ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിനിത ജോയ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ദേ ഞങ്ങൾ എങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ ഗായ്സ്? ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ തമിഴ്നാടുള്ള ഒരു കുഴിത്തുറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. നമ്മുടെ ഇപ്പോൾ കർക്കിടക വാവ് ബലിയിടലെല്ലാം കഴിഞ്ഞതല്ലേ, അപ്പോൾ അതുമായിട്ട് അനുബന്ധിച്ചൊരു ചെറിയൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ വർഷവും ഞങ്ങളിവിടെ പോകുന്നതാണ് കേട്ടോ. വാവു ബലി എന്നാണ് പറയുന്നത് കേട്ടോ. വാവു ബലി ചന്ത എന്നൊക്കെ പറയും ഞങ്ങൾ. അപ്പോൾ വാവു ബലി എക്സിബിഷൻ 2024 ഓക്കെ, അത് കാണാനായിട്ടാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായി സേഫായിട്ട് അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ശേഷം കാഴ്ചകളും കാര്യങ്ങളും കാണാം. നമ്മുടെ കോഴിക്കോടൻ ഹൽവയൊക്കെ അങ്ങനെ തിളങ്ങി നിൽപ്പുണ്ട് കേട്ടോ. എവിടെ പോയാലും ഞാൻ എൻ്റെ കണ്ണ് ഓടിപ്പോകുന്നൊരു സ്ഥലമാണ് ഈ കോഴിക്കോടൻ ഹൽവ. അപ്പോൾ അതേ നമ്മൾ ഹൽവയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 99 വർഷമായി കേട്ടോ. 99ാമത്തെ എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. 99 വർഷമായിട്ടുണ്ട് ഈ എക്സിബിഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അകത്തോട്ട് പോകുന്ന ഒരു എൻട്രി ഫീസ് ഉണ്ട്. വലിയവർക്ക് 20ഉം കൊച്ചു പിള്ളേർക്ക് 10 രൂപയും. അപ്പോൾ നമ്മളിങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് മന്ദം നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. അപ്പോൾ ഇതേ ഒരുപാട് കടകളാണ് കേട്ടോ. രണ്ട് സൈഡിലും കടകൾ അങ്ങനെ നിരയായിട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. മനോഹരമാണ് കേട്ടോ. എല്ലാവരും ആകർഷിക്കാനായിട്ട് ഏതെടുത്താലും 10 രൂപ, ഏതെടുത്താലും 20 രൂപ എന്നുള്ള വലിയ വിലയൊക്കെ ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരെ ഒരു എക്സിബിഷൻ ഹാളിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരും ആൾക്കാരൊക്കെ ഉണ്ടാക്കി വെച്ച സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ കാണുന്നതൊക്കെ അവരുടെ പേര് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ തീപ്പെട്ടി കുച്ചു കൊണ്ടുണ്ടാക്കിയ ഒരു ടവറാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ ഇത് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. കൊള്ളാം കേട്ടോ. നിറയെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊച്ചു പിള്ളേരൊക്കെയാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ഡ്രാഗനൊക്കെയാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ എന്ത് മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ അധികം റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ റൈഡുകളിലൊക്കെ കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒന്നിലും കയറിയില്ല. അപ്പം എന്നെ പോലെ തന്നെയാണ് മോനും പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചായനും മോളും കൂടെ ചേർന്ന് ഒരു കറങ്ങി പോകുന്ന ഒരു ഒരു സംഭവം, എന്താണ് അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയത്തില്ല, അതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അതിൽ കയറി എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, നമുക്കത് വഴിയെ കാണാം. അപ്പോൾ ഇത് നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മളത് ഏകദേശം കഴിയാറായപ്പോഴാണ് പോയത്. കഴിയാറായപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിങ്കളാഴ്ചയാണ് പോയത് കേട്ടോ. ചൊവ്വാഴ്ച കൂടിയേ ഇതുള്ളൂ. ചൊവ്വാഴ്ച ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണോ ഇത്ര തിരക്കെന്നൊന്നും അറിയാൻ പാടില്ല. പിന്നെ വൈകുന്നേരം സമയമല്ലേ, അപ്പം സ്കൂളിലൊക്കെ പോകുന്നവർ, ഓഫീസിൽ പോകുന്നവരൊക്കെ ഒരു ഫ്രീ ടൈം അങ്ങനെ വന്നതും ആവാം. എന്തായാലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അത്യാവശ്യം സുഷ്യം കണ്ടുമൊക്കെ നടക്കേണ്ടി വരും. നെരുങ്ങിയുള്ള തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരെയും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടി വരും. അങ്ങനെ സേഫായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം കണ്ട് രസിച്ച് നടക്കാൻ. പിന്നെ ഇതിലെ ഓരോരോ റൈഡുകളിലൊക്കെ കയറുന്നതിന് എക്സ്ട്രാ ഓരോരോ ചാർജാണ് കേട്ടോ. 80 രൂപ, 50 രൂപ, 40 രൂപ, 60 രൂപ, അങ്ങനെ ഓരോരോ ടിക്കറ്റ് നിരക്കുകളൊക്കെയാണ്. അങ്ങനെ അടുത്തതേ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരിക്കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നടന്ന് അടുത്തൊരു പെറ്റ് ഷോ ഉണ്ട് കേട്ടോ. പെറ്റ് ഷോ കാണാനായിട്ടുള്ള ആഗ്രഹിച്ച് അങ്ങനെ പോവുകയാണേ. അതിനും ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. 50 രൂപ എങ്ങാണ്ടോ ആണ് ടിക്കറ്റ്. 50 രൂപ ടിക്കറ്റാണ്. പക്ഷേ 50 രൂപയ്ക്ക് മാത്രം അതിനകത്ത് കാണാൻ വേണ്ടിയുള്ള ഒന്നുമില്ല. സാധാരണ നമ്മളിപ്പോൾ ഒരു അക്വേറിയത്തിൽ എങ്ങാനും പോയാൽ തന്നെ ഇതെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ വന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അതിനകത്ത് കയറി കണ്ടു എന്നേ ഉള്ളൂ കേട്ടോ. പുറത്ത് അധികം ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഫോട്ടോയിൽ കാണുന്ന ഒരു സംഭവങ്ങൾ അതിനകത്തില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാമല്ലോ. പെറ്റ് ഷോ കണ്ടില്ല, കുറേ അധികം പാമ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും ഇതിനകത്തില്ല. അപ്പോൾ അതേ കുറേ വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ബേർഡ്സൊക്കെയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സൊക്കെ ഉണ്ടല്ലോ. ഇതിൽ 2-3 ഐറ്റമൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. പലതരം പേരറ്റുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അവറ്റകളെയൊക്കെ ഇങ്ങനെ കണ്ടും അവരകത്ത് ഇങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് സന്തോഷിച്ചിരിക്കുക. 2 പേര് പേടിച്ച് വിറച്ചിരിപ്പുണ്ട്. അങ്ങനെ അവരെയൊക്കെ ഇങ്ങനെ കണ്ട് മന്ദം ഇത് നമ്മുടെ പഞ്ചവർണ്ണ തത്തിയാണോ എന്നൊരു സംശയം. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറേ പേരുണ്ട്. ദൈവന്മാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. സെൻ കുനിയോർ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ ഒരു ഉടുമ്പാണ് കേട്ടോ. പിന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് കോഴികൾ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊരു CCD. ഇതൊക്കെ നമ്മുടെ അലങ്കാരക്കോഴികളോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുയൽ, പിന്നെ ഒരു വെറൈറ്റി കോഴി കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ കോഴികളൊക്കെ കാണാൻ.
കണ്ടില്ല ഇതൊക്കെ. പിന്നെ കുറേ പ്രാവുകൾ, പിന്നെ നമ്മുടെ മയിൽപ്രാവ് അങ്ങനെയൊക്കെയുള്ള സംഭവം. ഇത് നമ്മുടെ വെള്ള കളർ എലിയാണ് കേട്ടോ, വെള്ളെലി. ഇത് വേറൊരു എലി. പിന്നെ ദൈവന്മാരൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു വലിയൊരു മീൻ, എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, എന്തോ ഒരു പേരാണ്. അപ്പോൾ ദേവര്. പിന്നെ ഈ ഉടുമ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു തത്തക്കിളി, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓടിയൊക്കെ നടക്കുന്നുണ്ട് അവർ. പിന്നെ നമ്മുടെ പേർഷ്യൻ കേറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഇവനാണ് വില്ലൻ കേട്ടോ. അവൻ ഭയങ്കരമായിട്ട് കൊത്തിപ്പെറുക്കി മീഞ്ഞുകൊണ്ടിരിക്കും, ആരെയും ഒന്നും മെയിൻ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ 2-3 പ്രാവശ്യം തൊട്ട് നോക്കി, എന്നിട്ട് ഒരു കൂസലില്ല. അതേതൊരു പേർഷ്യൻ കേറ്റ്, നല്ലൊരു വെള്ളക്കളർ ഒരു ജിങ്കാൻ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ആഹാ ഇതേ കാണുന്നു, ഇത് എന്തുവാ ഇത് നമ്മുടെ ഒരു ട്രെയിൻ അല്ലയോ, ഡ്രാഗൻ്റെ ഫേസൊക്കെ വെച്ചിട്ടുള്ള ഒരു ട്രെയിൻ. അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് നോക്കി, അങ്ങനെ ഇങ്ങനെ നിന്ന് 2 ഐസ്ക്രീമൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങളിങ്ങനെ മന്ദം നടന്ന് നീങ്ങിയപ്പോഴാണ് എന്തുവാ കാണുന്നേ, നമ്മുടെ ആകാശ ഊഞ്ഞാൽ സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതിലൊക്കെ കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാനതിലൊന്നും കയറിയില്ല. ഇച്ചാൻ എല്ലാത്തിലും കയറാൻ റെഡിയാണ്, പക്ഷേ നമ്മളെ താഴെ ആക്കിയിട്ട് പോകണ്ടേ, അതുകൊണ്ട് പുള്ളിയും അതിൽ കയറിയില്ല. പിന്നെ ഒരെണ്ണത്തിൽ മോളും ഇച്ചാനും കൂടെ കയറി കേട്ടോ. ഞങ്ങൾ നോക്കിക്കൊണ്ട് നിന്നു. അവർ തിരിച്ചു വന്നപ്പോഴാണ് കയറിയെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു ആഗ്രഹം വന്നു. പിന്നെ ഇത് കണ്ടില്ല, ഇതൊരു വലിയ പപ്പടമാണ് കേട്ടോ. അവിടെ നിന്ന് മേടിച്ച് കഴിച്ചതാണേ. ഇത് അവിടുത്തെ എന്തെങ്കിലും ഒരു സംഭവം, വലിയ പപ്പടം കേട്ടോ. ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ മേടിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ കോളിഫ്ലവർ പക്കാവട അതുമൊക്കെ മേടിച്ചത് നമ്മുടെ ബജ്ജിക്കടയാണ്. കണ്ടില്ല, മാല പോലെ ബജ്ജി മുളക് ഇങ്ങനെ തൂക്കി ഇട്ടേക്കുന്നു. ഇതാണ് കേട്ടോ ആ സംഭവം, നമ്മുടെ ഇച്ചാനും മോളും കയറിയ സംഭവം. അവരെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. അവർ അങ്ങനെ കറങ്ങിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പം മോളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പം നെക്സ്റ്റ് ഒരു നല്ല കിടുക്കാച്ചി സൂപ്പർ വീഡിയോ ആയിട്ട് വരേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ. The day I die.